ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പലതും പറയും. നിങ്ങൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങൾ CPM വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അവസാനം ഉണ്ടാകും. ഞാൻ പറഞ്ഞു കൂടുതലൊന്നും പറയാൻ. എന്തായാലും കത്ത് വിവാദത്തിൽ ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് തോന്നുന്നു. എന്തായാലും യാതൊരു മറുപടിയും നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അത് ഒരിക്കൽ കൂടി പറയുകയാണ്. അദ്ദേഹം എല്ലാത്തിനോടും നോ 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 എന്നാണ് അദ്ദേഹം പ്രതികരണം നൽകുന്നത് എന്നുള്ളതാണ്. കൊച്ചിയിലാണ് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും CPM-ൽ ഈ കത്ത് വിവാദം വലിയ രീതിയിലുള്ള തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. ജിജീഷിലേക്ക് പോവുകയാണ്. ജിജീഷ്, പി ജയരാജൻ ഒരു കാരണവശാലും പ്രതികരിക്കില്ല എന്നുള്ള വാശിയിലാണ്. തീർച്ചയായും അവർ പ്രതികരണത്തിന് മുതിരില്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞതും അത് തന്നെയാണ്. അസംബന്ധം, വാർത്ത അസംബന്ധം. എന്താണ് അസംബന്ധം എന്ന് നാട്ടുകാർക്കൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? കത്ത് വിവാദത്തിൽ പൂർണ്ണമായും തന്നെ തള്ളുകയാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ. തോമസ് ഐസക്കിനെതിരെ ഉൾപ്പെടെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ തള്ളി അത് പാർട്ടിക്കെതിരെ വന്ന ആരോപണങ്ങൾ മാത്രമാണ് എന്ന നിലയിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പി ജയരാജൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണവും അതുതന്നെയാണ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ആരോപണങ്ങൾ അത് പാർട്ടി വിരുദ്ധർ കൊണ്ടുവന്ന ആരോപണങ്ങളാണ്. നേരത്തെ ഇത്തരത്തിൽ സമാനമായ ആരോപണങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ഗ്രൂപ്പുകളും നടത്തിയിരുന്നു. അത്തരത്തിലാണ് ഇതിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് പി ജയരാജൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്നലെ തോമസ് ഐസക് ഇക്കാര്യത്തിൽ പ്രതികരിച്ചപ്പോഴും ഈ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിയമ നടപടിയിലേക്ക് കടക്കുമെന്നെല്ലാമുള്ള ഒരു മറുപടിയായിരുന്നു പറഞ്ഞത്. അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കത്ത് വിവാദം വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലായിരിക്കുന്നു. ആ ഘട്ടത്തിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ ന്യായീകരിച്ചും തള്ളിപ്പറഞ്ഞും മുന്നോട്ട് പോകുന്ന ഒരു നിലപാടിലേക്കും അവർ മാറുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പി ജയരാജന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇത് നിഷേധിച്ചുകൊണ്ട് ഈ ഒരു ആരോപണങ്ങളെ പൂർണ്ണമായും തന്നെ നിഷേധിച്ചുകൊണ്ട് അത് തെറ്റായ പ്രചാരണങ്ങളാണ് എന്ന കാര്യം പറയുന്നു. എന്നാൽ അതിൻ്റെ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുമെന്നോ അല്ലെങ്കിൽ അതിലേക്ക് നീളുന്ന പാർട്ടി തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്നോ ഒന്നും തന്നെ ജിജീഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടതുപോലെ യാതൊരു പ്രതികരണത്തിനും CPM തയ്യാറല്ല. അത് തന്നെയാണ് പി ജയരാജനും പറഞ്ഞു വെക്കുന്നത്. കത്ത് വിവാദം, അത് വിവാദം ആരും മിണ്ടാതെ അങ്ങ് മണ്ണ് മൂടിപ്പോകട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറിൽ ചർച്ച ചെയ്യേണ്ട വാർത്ത. അത് തന്നെയുമാണ്.